19:6 വെളിപ്പെട്ട യേശുവേ നന്ദി 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 കർത്താവേ ഈ പരിശുദ്ധമായ ദൈവാലയത്തില് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന അത്ഭുത മണിക്കൂറുകളെ ഓർത്ത് ദൈവിക നിമിഷങ്ങളെ ഓർത്ത് അനുഭവിക്കുന്നു. കൃപയുടെ പെരുമഴ അങ്ങനെ പ്രധാനങ്ങളുടെ ഹൃദയങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയരുന്ന സ്വർഗ്ഗത്തിന്റെ ദ്വാരം തുറക്കുന്നതിനോട് അനുഭവിക്കുന്നു. യേശുവേ നന്ദി 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 കർത്താവേ സ്തുതിക്കുന്നു. മഹത്വം 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 എന്റെ ജീവിതത്തിൽ വ്യാപിക്കട്ടെ. എല്ലാ ശുശ്രൂഷകളിലേക്കും അവരുടെ അഭിഷേക ശക്തി വ്യാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗകവാടങ്ങളുടെ നാമത്തില് മർക്കോസ് 16:20 യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. സകല വിശുദ്ധരെയും ആരാധനമാരെ പരിശുദ്ധ സാന്നിധ്യങ്ങൾ ശക്തി വെളിപ്പെടുത്തുന്നതായി സ്ഥലത്തെ സമർപ്പിക്കുന്നു. 9:14 ഫിലിപ്പി 2:9-10 അഭിഷേക ശക്തി ഈ നിമിഷം ഇവിടെ വ്യാപിക്കണമേ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12, 16:31, എബ്രായർ 9:14, എഫേസ്യർ 21:13 പ്രാർത്ഥിക്കുന്നു. 2 സാമുവേൽ 22:9-13 അഭിഷേക വചനശക്തി വിളിക്കണമേ. അങ്ങനെ മക്കളോട് അങ്ങനെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ ശക്തി ആലയത്തിന് നിലനിൽ കഴിയട്ടെ. പരിശുദ്ധ മണപ്പാക്കോട് ചേർന്ന അഭിനന്ദനോട് ചേർന്ന ആത്മാവേ അഗ്നിയായി നിറയണമേ.
ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാനസിൽ ആരെ കണ്ടാലും അവരെ ബന്ധം ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചു. ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ തന്നെ പതിച്ചു. അവൻ ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, ഇതിന് എന്നെ പീഡിപ്പിക്കുന്നു. അവനെ അന്ന് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി, യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്കാണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ട് സ്തബ്ധരായി നിന്നുപോയി. കണ്ണുകൾ തുറന്നു. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. ചെയ്തിട്ട് അനനയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിന്റെ വലിയൊരു വചനമാണ് കേൾക്കുന്നത്. സഭയിലെ ഏറ്റവും വലിയ അപ്പസ്തോലന്മാരിലൊരാളാണ്, ഉയർന്ന അപ്പസ്തോലന്മാരിലൊരാളാണ് പൗലോസ്. ആ പൗലോസിന്റെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം ഉണ്ടായത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായത്, എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷിയായി തീർന്നത്, എങ്ങനെയാണ് അവന്റെ ജീവിതം മുഴുവൻ കർത്താവായി തീർന്നത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലെത്തിയത്, ആ ചരിത്രമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ ധ്യാനിക്കാം. സാവോളപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊള്ളു. സാവോൾ എന്ന് വെച്ചാൽ പൗലോസിന്റെ ആദ്യ പേര് സാവോളാണ്. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള സാവോൾ, ക്രിസ്തുവില്ലാത്ത വ്യക്തി, നല്ല കഴിവുള്ളവൻ, യഹൂദന്റെ പ്രമുഖനായ പരിസയ സമൂഹത്തിലെ വിട്ടുകൊടുക്കാനായ യുവാവാണ് സാവോൾ. നല്ല കഴിവ് പ്രാപ്തിയുള്ളവൻ, നല്ല കുടുംബത്തിൽ പറഞ്ഞവൻ, ഹെബ്രായനായവൻ, നല്ല കഴിവും പ്രാപ്തി നല്ല അറിവുള്ളവൻ. അവൻ ക്രിസ്തുവിനെതിരെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, ക്രിസ്തു ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അല്ലെങ്കിൽ ജെറുസലേമിൽ മുഴുവൻ ക്രിസ്തു ശിഷ്യന്മാരെ നാമാവശേഷമാണ്. ക്രിസ്തുവിനെ വേണ്ട, വിശ്വാസത്തിനെതിരെ പ്രസംഗിക്കുന്നത്, വിശ്വാസത്തിനെതിരെ ജീവിക്കുന്നത്. അടുത്തത്, അവൻ പ്രധാന പുരോഹിതന്മാരെ സമീപിച്ച് ക്രിസ്തുമാനം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാൽ അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാം വാങ്ങിച്ചുകൊണ്ട് നിയമം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിയമപരമായിട്ട് തന്നെ ക്രിസ്തു ശിഷ്യന്മാരെ ബന്ധിക്കാനായിട്ട് മുന്നോട്ട് പോയി. അടുത്തത്, അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഇതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം,
എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. 7-ാമത്തെ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം നമ്മൾ ധ്യാനിക്കുന്നു. അറിയുന്നു, എസ്തഫാനോസിനെ യഹൂദരെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ക്ഷമിക്കണമേ, കർത്താവിനോട് ക്ഷമിക്കണമേ, ഈ തെറ്റുകൾ ഇവിടെ ആരോപിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവിന്റെ വലതുവശത്ത് പുത്രൻ തമ്പുരാൻ ഉപേക്ഷിതനായിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. ആ സമയത്ത് ഇവരെ എറിഞ്ഞു കൊല്ലുമ്പോൾ അതിന് കൂട്ടുനിന്ന വ്യക്തിയാണ് സാവൂൾ. ആദ്യത്തെ രക്തസാക്ഷിയെ കൊണ്ടുവന്ന് ശരിക്കും സാവൂളുണ്ട്. സാവൂളാണ് ഈ യഹൂദരായ ആളുകൾ ഈ എസ്തഫാനോസിനെ കല്ലെറിയുന്ന ആളുകളുടെ മേൽക്കുപ്പായം അവര് സാവൂളിന്റെ കയ്യിലാണ് കൊടുത്തത്. അവനാണ് സൂക്ഷിച്ചു വെച്ചത്. എന്നുവെച്ചാൽ വിശ്വാസത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ നിലയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ആരെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി ഭാര്യ സഹിച്ചു പ്രാർത്ഥിക്കണം. മാനസാന്തരത്തിന് വേണ്ടി ഭർത്താവ് സഹിച്ചു പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ദൈവമേ എന്റെ മകനോട് ക്ഷമിക്കണം പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അയൽവക്കത്ത് ശത്രുക്കൾ കാണും, നിങ്ങളുടെ കുടുംബത്തിൽ ശത്രുക്കൾ കാണും, നിങ്ങളുടെ സഭയിലൊക്കെ പലയിടത്തും നമ്മളെ പീഡിപ്പിക്കുന്ന ഒരുപാട് ശത്രുക്കളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് കരങ്ങളുയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കും. ലേഖനത്തിന്റെ 6:19-20 പറയുന്ന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മാനസാന്തരം ഉണ്ടാകുക, അഭിഷേകം കിട്ടുക. ആദ്യം മാനസാന്തരം കൂടിയത് ഈ തലം നമ്മൾ പ്രാർത്ഥിക്കണം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവജനത്തെ പീഡിപ്പിക്കുന്ന അധികാരികൾക്ക് വേണ്ടി, സഭയെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി വലിയ മാനസാന്തരിക്കറിയാൻ നമ്മുടെ അണക്കരയുള്ള വലിയ ധ്യാനകേന്ദ്രത്തില് വന്ന് രക്ഷപ്പെട്ട ഒരു വലിയൊരു ആ മനുഷ്യനോടത്തെ ഒരുപാട് മദ്യപാനത്തിന്, ഒരുപാട് ബന്ധനത്തിൽ കഴിഞ്ഞ മനുഷ്യൻ കടച്ചു വന്നു. ആ മനുഷ്യനെ വന്ന് ധ്യാനം കൊടുന്നു. ആ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നു. ആ മനുഷ്യൻ പോലെ ആ കുടുംബത്തിൽ മക്കൾ മുഴുവൻ മാനസാന്തരപ്പെടുന്നു. മുഴുവൻ മക്കളേക്ക് മുഴുവൻ കരഞ്ഞ ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കരുണയുടെ ഹല്ലേലൂയ. നിങ്ങളുടെ മകന് മാനസാന്തരപ്പെടാത്ത മകൻ അവൻ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നവൻ ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നു, സഭയെ പീഡിപ്പിക്കുന്നു.